ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥനത്തിൽ ബൈബിളിലെ 27-ാമത്തെ പുസ്തകമായ ഡാനിയലിൻ്റെ പുസ്തകമാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ബുക്ക് ഓഫ് ഡാനിയൽ. ബാബേൽ രാജാവായ നെബുക്കദ്നേസർ യെരുശലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അനേകം ആളുകളെ പ്രവാസികളായി കൊണ്ടുപോയ കൂട്ടത്തിൽ യെഹെസ്കേലിനെ പോലെ ദാനിയേലിനെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. ഡാനിയേൽ പ്രവചനം ആദ്യത്തെ 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കാര്യം ക്ലിയറാകും. ദാനിയേൽ രാജസന്തതിയിൽപ്പെട്ട ഒരാളും ഒരു കുലീനനുമായിരുന്നു എന്ന് 3-4 വാക്യങ്ങളിലുണ്ട്. നമുക്ക് ആദ്യത്തെ 4 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബുക്കദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശീനാർ ദേശത്ത് തൻ്റെ ദേവൻ്റെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തൻ്റെ ദേവൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പനാശിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിലും സമൃദ്ധന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. ഈ വായിച്ചു കേട്ട വാക്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 4-ാം വാക്യത്തിൽ നമുക്ക് ഡാനിയേലിനെ കുറിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ കാണാം. അദ്ദേഹം അംഗഭംഗമില്ലാത്തവനായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. രാജസന്തതികളിൽപ്പെട്ടവനായിരുന്നു, കുലീനനായിരുന്നു, സുന്ദരനായിരുന്നു, ജ്ഞാനിയായിരുന്നു, നിപുണൻ, അറിവിൽ സമർത്ഥൻ, വിദ്യാപരിജ്ഞാനി. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഹി ബിലോങ് ടു എ ഹൈ റാങ്കിങ് റോയൽ ഫാമിലി. ഹി വാസ് യങ്, ഇൻ്റലിജൻറ്റ് ആൻഡ് സ്കിൽഡ് ഇൻ വിസ്ഡം. അപ്പോൾ ദാനിയേൽ തൻ്റെ ജീവിതകാലം മുഴുവൻ ബാബിലോണിലായിരുന്നു. മടങ്ങി പ്രവാസത്തിൽ നിന്ന് വന്നില്ല എന്ന് 21-ാം വാക്യത്തിലുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ഒരു വിജാതീയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ തികഞ്ഞ വിശുദ്ധിയോടെ അദ്ദേഹം വളരെ സാക്ഷ്യമുള്ളൊരു ജീവിതകാലം മുഴുവൻ നയിക്കുന്നത് ആ 21-ാം വാക്യത്തിലുണ്ട്. ദാനിയേലോ കോരസ് രാജാവിൻ്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. അപ്പോൾ ആ രാജാവിൻ്റെ ആണ്ടുവരെ ജീവിച്ചിരുന്നു എന്നവിടെ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതകാലം മുഴുവൻ അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നു? ബാബിലോണിൽ ഉണ്ടായിരുന്നു. യെഹെസ്കേൽ പ്രവചനമാണ് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത്. യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 14-20 വാക്യങ്ങൾ വായിച്ചാൽ അദ്ദേഹം സാക്ഷ്യമുള്ളൊരു ജീവിതം നയിച്ചു എന്നുള്ളത് തെളിയുന്നു. യെഹെസ്കേൽ നമ്മൾ പലപ്പോഴും ഈ വാക്യം വായിച്ചിട്ടുണ്ട്. 14 യെഹെസ്കേൽ 14-ന്റെ 14-ഉം 20. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവ കർത്താവിന്റെ അരുളപ്പാട്. എന്തിനാ വാക്യം വായിച്ചത്? ദാനിയേൽ ഒരു നീതിമാനായിരുന്നു. മനസ്സിലായോ? നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ പുരുഷന്മാർ നീതിമാന്മാരായിരുന്നു. സോ ഹി ലെഡ് എ റൈച്ചിയസ് ലൈഫ്. ഈ ബാബിലോണിയ സാമ്രാജ്യത്തിൽ തെറ്റായ ആചാരങ്ങളുടെയൊക്കെ നടുവിൽ വളരെ നീതിമാനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. മാത്രമല്ല, നമ്മൾ യെഹെസ്കേൽ പ്രവചനം പഠിച്ചപ്പോൾ 28-ാം അധ്യായം പിശാചിനോടുള്ള ബന്ധത്തിൽ വായിച്ചത് ഓർക്കുന്നുണ്ടോ? 28-ന്റെ 3-ൽ പറഞ്ഞിരിക്കുന്നത് സോർ പ്രഭു അല്ലെങ്കിൽ സൈറ്റനോട് പറയുന്നത് നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ എന്നൊരു പ്രയോഗമുണ്ട്. നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ. അപ്പോൾ അവനെ കമ്പയർ ചെയ്തേക്കുന്ന ആരോടാണെന്ന് നോക്കിയേ. ദാനിയേലിനോടാണ് പിശാചിനെ കമ്പയർ ചെയ്തത്. എൻ്റെ അർത്ഥം എന്താ? ഡാനിയേൽ വാസ് ഓൾസോ വൈസ് ആൻഡ് ജസ്റ്റ്. നീതിമാനുമായിരുന്നു, ജ്ഞാനിയും ആയിരുന്നു. അപ്പം സാത്താനെ നോക്കുകയാണെങ്കിൽ സാത്താനെ ഇതിനകത്ത് എന്ത് പറയാൻ പറ്റും? ജ്ഞാനം ഉണ്ടായിരുന്നു, പക്ഷേ എന്തുണ്ടായിരുന്നില്ല? നീതിമാനായിരുന്നില്ല. മനസ്സിലായോ? സൈറ്റൻ ഈസ് അൺജസ്റ്റ് അല്ലേ? അവന് വിസ്ഡം ഉണ്ട്, കുറച്ച് അറിവുണ്ട്, പക്ഷെ നീതിമാൻ അല്ല. ദാനിയേലാണെങ്കിൽ നീതിമാനുമായിരുന്നു, ജ്ഞാനിയുമായിരുന്നു. രണ്ടും ദൈവികമായിട്ട് സമന്വയിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന് ദാനിയേൽ ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു. 3 പ്രാവശ്യം ഈ പുസ്തകത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. 9-23, 10-11, 10-19 ഈ വാക്യങ്ങളിൽ നീ ഏറ്റവും പ്രിയനാകയാൽ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഏറ്റവും പ്രിയ പുരുഷ എന്ന് വിളിക്കുന്നത് നമുക്ക് 9-23 നീ ഏറ്റവും പ്രിയനാകയാൽ. ഏറ്റവും പ്രിയൻ. 10-11 അവൻ എന്നോട് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ. 19-ാം വാക്യം
10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, ഏറ്റവും പ്രിയ പുരുഷ. കണ്ടോ, അപ്പം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആയിരുന്നു. കാരണം അവന് ജ്ഞാനവും നീതിയും ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ ഒരുപാട് വ്യക്തികളുടെ ജീവിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ പല വ്യക്തികളും ഏതെങ്കിലുമൊക്കെ കുറ്റമൊക്കെ ചെയ്തവരായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ജോസഫിനെക്കുറിച്ചും ഡാനിയലിനെക്കുറിച്ചും അങ്ങനെ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ജോസഫിനെക്കുറിച്ചും തെറ്റുകൾ പറഞ്ഞിട്ടില്ല, ഡാനിയലിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവം നല്ല കാര്യങ്ങൾ മാത്രമേ, അത് വളരെ റെയറാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ആളുകളാണ്. നീതിയുടെയും ജ്ഞാനത്തിൻ്റെയും ഉന്നത മാതൃകയാണ് ജോസഫിലും ഡാനിയലിലും. അതുകൊണ്ടാണ് ഫറവോൻ ജോസഫിൻ്റെ അടുക്കൽ ചെല്ലുക എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ട് ജോസഫിനെ പോലെ ഡാനിയലും വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾ, മാതൃകകളായിരുന്നു, നീതിമാന്മാരും ജ്ഞാനികളും. രാജ്യതന്ത്രജ്ഞതയിൽ ഉന്നത സ്ഥാനീയനായിരുന്നു അദ്ദേഹം. രാജ്യസേവനത്തിൽ, സ്റ്റേറ്റ്സ്മാൻ എന്ന് വേണമെങ്കിൽ പറയാം, രാജ്യസേവനത്തിൽ ആത്മീയ ദർശനത്തോടെ പ്രവർത്തിച്ചു. ഇതാണ് പ്രശ്നം. ഒരു രാജ്യത്തെ സേവിക്കുന്ന കൂട്ടത്തിൽ ആത്മീയ ദർശനം പലപ്പോഴും നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല, ഭൗതിക ദർശനം വരും. എന്നാൽ ഡാനിയേൽ ആത്മീയ ദർശനത്തോടെ ഒരു സ്റ്റേറ്റ്സ്മാനായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം ബാബിലോൺ, മേദ്യ, പാഴ്സ്യ രാജ്യങ്ങളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഡാനിയേൽ എന്ന പേരിൻ്റെ അർത്ഥം ഗോഡ് ഈസ് ജഡ്ജ്, ദൈവം ന്യായാധിപതി ആണ് എന്നാണ്. അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദൈവം പല കാര്യങ്ങളെ ന്യായം വിധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് പിന്നീട് നമുക്ക് നോക്കാം. ഗോഡ് ഈസ് ജഡ്ജ് എന്ന് പറയുമ്പോൾ ദൈവം ഈ ജാതീയ ജ്ഞാനത്തെ, അവരുടെ ആഡംബരത്തെ, അവരുടെ ദൈവങ്ങളെ ഒക്കെ ന്യായം വിധിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടായിരിക്കും ഡാനിയേൽ എന്നുള്ള പേര് അന്വർത്ഥം ആകുന്നത്. എന്നാൽ രാജ്യതന്ത്രജ്ഞതയേക്കാൾ ഡാനിയേലിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഒരു ഉന്നതനായ പ്രവാചകനായിരുന്നു എന്നുള്ളതാണ്. ആ പ്രവചനത്തിൽ തന്നെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ പ്രവചിച്ചിരിക്കുന്നത് അവരൊക്കെ യഹൂദന്മാരായതുകൊണ്ട് യഹൂദ രാജ്യത്തെക്കുറിച്ചും, അല്ലെ ഇപ്പോൾ നമ്മൾ എഹെസ്കേലിനെ കുറിച്ച് പഠിച്ചപ്പോഴൊക്കെ യഹൂദന്മാർക്ക് എന്തുകൊണ്ട് ന്യായവിധി വന്നു, അവരുടെ രാജ്യം എങ്ങനെ പുനഃസ്ഥാപിക്കപ്പെടും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാ പ്രവാചകന്മാരും. നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം, അല്ലേ, അതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്നാൽ ഡാനിയേലിൻ്റെ പ്രവചനങ്ങളിൽ കൂടുതലും തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനേക്കാൾ, യഹൂദന്മാരെക്കാൾ ജാതകീയ രാജ്യങ്ങളെക്കുറിച്ചാണ്. എബൌട്ട് ജെൻറ്റൈൽ നേഷൻസ്. മനസ്സിലായോ? നോട്ട് അബൌട്ട് ജൂയിഷ് നേഷൻ. കുറച്ചൊക്കെ ഉണ്ട് ജൂയിഷ് നേഷനെക്കുറിച്ച്, എന്നാൽ അതിനേക്കാൾ കൂടുതൽ ജാതികളെക്കുറിച്ചാണ് പ്രവചിച്ചിരിക്കുന്നത്. ദാനിയേലിൻ്റെ ചില വേണമെങ്കിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 21:24 വായിച്ചാൽ, ലൂക്കോസ് 21:24 ജാതികളുടെ കാലം തികയുവോളം എന്നൊരു പ്രയോഗം. അപ്പോൾ ജാതികളെക്കുറിച്ച് വളരെ കൺസേൺഡ് ആയിരുന്നു. ജാതീയ രാജ്യത്താണല്ലോ അദ്ദേഹം താമസിച്ചിരുന്നത്. 21:24 ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. അപ്പോൾ യെരുശലേമുണ്ട്, പക്ഷേ ജാതികൾ അവിടെ കയറി കളിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ജാതികളെക്കുറിച്ചുള്ള ഒരുപാട് പ്രവചനങ്ങൾ, അവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രവചിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഡാനിയേലിൻ്റെ സ്നേഹിതന്മാർ 4 പേരുടെ പേര് 6-ാം വാക്യത്തിലുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ്. ഈ പേരിനകത്തൊക്കെ ഏലും യാഹു ഉണ്ടെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ദാനിയേൽ, ഏൽ, ഹനൻ യാഹ് ആണ്. മിശായേൽ, അസര്യാവ്. അപ്പം യാഹും ഏലും, അപ്പോൾ ദൈവിക പേരുകളാണ് അവർക്ക് നൽകിയിരുന്നത്. എന്നാൽ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് പുതിയ പേര് കൊടുത്തതായിട്ട് നമുക്ക് കാണാം. ബെൽശസ്സർ, ശദ്രക്, മേശക്, അബേദ്നെഗോ, അല്ലേ? അപ്പം ആ ഒരു കമ്പാരിസൺ അവിടെ കിടക്കുന്നുണ്ട്. അത് അവരുടെ ദൈവങ്ങളുടെ പേരിനോട് ബന്ധപ്പെട്ട പേരുകളാണ് കൊടുത്തത്. ദാനിയേൽ പ്രവചനം പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിലെ വെളിപ്പാടിന് തുല്യമാണ് പഴയ നിയമത്തിലെ ഡാനിയേൽ പ്രവചനം. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്താണ് പലരും വെളിപ്പാട് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഡാനിയേൽ പ്രവചനം പഠിപ്പിക്കുന്നത്. വെളിപ്പാടെന്ന് പറഞ്ഞാൽ അപ്പോക്കാലിപ്സിസ്, അല്ലെങ്കിൽ അൺവെയിലിംഗ് സംതിങ് വിച്ച് ഈസ് സീക്രട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അനാച്ഛാദനം ചെയ്ത് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നതാണ് ഡാനിയേലിൻ്റെ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇതിവൃത്തം. ഈ ഡാനിയേലിൻ്റെ പ്രവചനവും വെളിപ്പാടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഒന്നില്ലാതെ മറ്റേതില്ല, ഒന്ന് പഠിക്കാതെ മറ്റേത്, അല്ലേ? വെളിപ്പാട് പഠിക്കുന്നവരൊക്കെ എങ്ങോട്ട് പോകും? ദാനിയേൽ പ്രവചനം മനസ്സിലാകണമെങ്കിൽ വെളിപ്പാടിലേക്ക് പോകണം. അതിൻ്റെ കാരണം ഇവർ രണ്ടുപേരും, ഡാനിയേലും യോഹന്നാനും, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. പ്രിയ പുരുഷ എന്ന് വിളിച്ചത് കേട്ടല്ലോ. യേശു കർത്താവിൻ്റെ മാറോട് ചാറിയിരുന്ന ആളാണ് ആര്? യോഹന്നാൻ. അപ്പോൾ യോഹന്നാനും പ്രിയനായിരുന്നു. അവർ രണ്ടുപേരും പ്രവാസത്തിൽ ദർശനം കണ്ടവരാണ്.
നമ്മളെ എഹെസ്കേലിനെ കുറിച്ച് പഠിച്ചപ്പോൾ അത് പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ തന്നെ 2 പേരും പ്രവചിച്ചത് പ്രവചനമാണെന്ന് പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 24:15 വായിച്ചാൽ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് ദാനിയേൽ പ്രവാചകനാണ്. ചിലർക്ക് ദാനിയേൽ പ്രവാചകനാണോ ജ്ഞാനിയാണോ എന്ന് സംശയമുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദാനിയേൽ പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ യേശുവ പറയുന്നത് അല്ലേ, ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം. അപ്പോൾ ദാനിയേൽ പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. അപ്പോൾ പിന്നെ അതിന് അപ്പുറത്തൊരു വാക്കില്ലല്ലോ. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം വായിക്കുകയാണെങ്കിൽ ഈ പ്രവചനത്തിൽ എന്ന് പല ആവർത്തി പറയുന്നുണ്ട്. 1:3, 22:7, 10, 18, 19 വാക്യങ്ങളിലൊക്കെ ഈ പ്രവചനം എന്ന പ്രയോഗം ഉണ്ട്. അതുകൊണ്ട് ഇത് 2 പ്രവചനങ്ങളാണ്. ദാനിയേൽ പ്രവചനം മുദ്രയിട്ടു, എന്നാൽ വെളിപ്പാട് മുദ്രയിട്ടില്ല, മുദ്ര പൊട്ടിച്ചു. അങ്ങനെ ഒരു കണക്ഷൻ ഇത് തമ്മിൽ കിടപ്പുണ്ട്. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ ദാനിയേൽ പ്രവചനത്തിലേക്ക് പോയാൽ 12-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിലാണ് ഇത് മുദ്രയിടാനായിട്ട് പറഞ്ഞത് അല്ലേ? ദാനിയേൽ പ്രവചനം ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞ്, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. അടച്ചു മുദ്രയിടുക. എന്നാൽ വെളിപ്പാട് 22:10 വായിക്കുമ്പോൾ ഇത് മുദ്രയിടരുത്. മുദ്രകൾ പൊട്ടിക്കുന്നത് 5-ാം അധ്യായത്തിൽ നമുക്ക് തുടങ്ങുന്നത് കാണാം. 22:10 അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അപ്പം അവിടെ ദാനിയേലിൽ മുദ്രയിട്ടതൊക്കെ വെളിപ്പാടിൽ മുദ്ര പൊട്ടിക്കുന്നു. വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ദാനിയേൽ പ്രവചനത്തിൽ വിഷൻ അല്ലെങ്കിൽ ദർശനം എന്ന വാക്ക് 32 പ്രാവശ്യമുണ്ട്. അപ്പോൾ അതിനൊരു വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ദർശനം. അത് തന്നെയാണല്ലോ യോഹന്നാനും കണ്ടത്. ദർശനം കണ്ടു, വിഷൻ കണ്ടു. അത് തന്നെയാണ് ദാനിയേലും കണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. ഈ 2 തമ്മിൽ ഒരുപാട് കണക്ഷനുണ്ട്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, നാശയോഗിൻ്റെ വെളിപ്പെടൽ, മഹോപദ്രവം, രക്ഷകൻ്റെ മടങ്ങിവരവ്, മരിച്ചവരുടെ പുനരുത്ഥാനം, അന്ത്യന്യായവിധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ 2 പുസ്തകത്തിലും ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പോലും ദാനിയേലിനെ പ്രശംസിച്ച് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ദാനിയേൽ മനുഷ്യപുത്രനെ കണ്ടു. ദാനിയേൽ 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കുകയാണെങ്കിൽ മനുഷ്യപുത്രനോട് സദൃശൻ. അപ്പോൾ യേശു തന്നെ മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ യേശുവിൻ്റെ ഒരു ദർശനം തന്നെ വാസ്തവത്തിൽ ദാനിയേലിന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക. 7:13 രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ കണ്ടോ. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ. യേശു പിന്നെ തന്നെക്കുറിച്ച് തന്നെ യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ. അതാണ് ലൂക്കോസിലും യോഹന്നാനിലും നാം കാണുന്നത്. ഞാനിതൊക്കെ ഒരു മുഖവരിയായിട്ട് പറഞ്ഞതാണ്. ആകെ ഈ ദാനിയേൽ പ്രവചനത്തിൽ 12 അധ്യായങ്ങളാണ് ഉള്ളത് അല്ലേ? 12 അധ്യായങ്ങൾ. അത് എഴുതിയിരിക്കുന്നത് ദാനിയേലാണ് അല്ല വേറെ ആളുകളാണെന്നൊക്കെ വീക്ഷണമുണ്ട്. പക്ഷെ നമുക്ക് ഈ ദാനിയേൽ പ്രവചനത്തിലെ ചില വാക്യങ്ങൾ നോക്കിയാൽ ദാനിയേൽ തന്നെയാണ് ഇത് എഴുതിയതെന്നുള്ളത് ക്ലിയർ ആകും. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ദാനിയേൽ പ്രവചനം 7:1. ബാബേൽ രാജാവായ ബേൽ ശസരിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനമുണ്ടായി. അവൻ സ്വപ്നം എഴുതി. അപ്പം അങ്ങനെ പല സ്വപ്നങ്ങളും ദർശനങ്ങളും എഴുതി അത് ചേർത്തതാണ്. എല്ലാം അപ്പം തന്നെ എഴുതിയില്ല. 7:28 വായിക്കുകയാണെങ്കിൽ ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ എഴുതി, ചിലത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 7:28 ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. ദാനിയേൽ എന്ന ഞാനോ എന്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി എന്റെ മുഖഭാവം മാറിയെങ്കിലും ഞാൻ ആ കാര്യം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പിന്നെ 8:2 ഞാൻ ദർശനം കണ്ടു, 9:2 ഞാൻ ഗ്രഹിച്ചു, 12:4 മുദ്രയിടുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പലപ്പോഴായിട്ട് താൻ ഗ്രഹിച്ചും കണ്ടും എഴുതിയും ഒക്കെ വെച്ചതെല്ലാം കൂടെ പിന്നീട് ഒരു പുസ്തകമായിട്ട് ചേർത്തതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ പുസ്തകത്തെ പഠന സൗകര്യത്തിനായിട്ട് 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1 മുതൽ 6 വരെ, 7 മുതൽ 12 വരെ. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. മിക്കവാറും സംഭവിച്ച കഴിഞ്ഞ കാര്യങ്ങളാണ് ചരിത്രം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ പ്രവചനമാണ്. പ്രവചനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതും. അപ്പോൾ ഇങ്ങനെ 2ആയിട്ടാണ് ഈ പുസ്തകത്തെ തിരിക്കുന്നത്. 1 മുതൽ 6 വരെ ചരിത്രം, 7 മുതൽ 12 വരെ പ്രവചനം. പ്രധാനപ്പെട്ട ആശയം 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യമാണ്. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനോട് കൂടെ
വസിക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അതാണ് ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ. വിഷൻ എന്ന് പറയുന്നത് അതാണ്. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനോട് കൂടെ വസിക്കുന്നു. കണ്ടോ, അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനോട് കൂടെ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, അവനെല്ലാം അറിയാം. അവനത് ചിലർക്കൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നു, അവൻ്റെ പ്രവാചകന്മാർക്ക്. പ്രധാന സന്ദേശം 4:17, 4:25, 32 3 വാക്യങ്ങൾ ഒരേപോലെ തന്നെയാണ്. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്റെ മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു. 4:17. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവൻ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. അപ്പം 4-ാം അധ്യായത്തിന്റെ 17 വായിച്ചത് 25-ലും 32-ലും ഇതേ കാര്യം നിങ്ങൾക്ക് കാണാം. സോ ദ യൂണിവേഴ്സൽ സോവറിനിറ്റി ഓഫ് ഗോഡ്, അഖിലാണ്ടത്തിന്റെ മേൽ മുഴുവൻ വാഴുന്ന നിത്യനായ ദൈവത്തിൻ്റെ സർവാധിപത്യത്തെയാണ് ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മറ്റു ചില കാര്യങ്ങളും കൂടി ഓർത്തിരിക്കാനായിട്ടുണ്ട്. അത് ഞാൻ വളരെ വേഗം പറയുകയാണെങ്കിൽ 2-ാം അധ്യായത്തിൻ്റെ 47-ാം വാക്യം ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. നമ്മുടെ ദൈവം ദൈവാധി ദൈവവും രാജാധി കർത്താവും 2:47 രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു. രാജാവ് ദാനിയേലിനോട് നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാധി ദൈവവും രാജാധി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് അവിടെ നമ്മൾ കാണുന്നത്. ദൈവം ദൈവാധി ദൈവം, രാജാധി കർത്താവ്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ. ഈ ദൈവം കഷ്ടതയുടെ നടുവിൽ നമ്മോടൊപ്പം ഇരിക്കും എന്ന് പലപ്പോഴും നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, അല്ലേ? എന്നാൽ 3:25 വായിച്ചാൽ അവൻ അഗ്നിയുടെ നടുവിലേക്ക് ആൾ രൂപത്തിൽ തന്നെ ഇറങ്ങി വന്നത് നമുക്ക് വായിക്കാം. അതിനവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പം കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ ഈ പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ 4-5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അഹങ്കാരത്തിന് എതിരെയുള്ള ദൈവത്തിൻ്റെ വലിയൊരു മുന്നറിയിപ്പ്. കാരണം അഹന്തയാണ് ഒരുപാട് കുഴപ്പങ്ങൾ. നമ്മൾ കഴിഞ്ഞ പുസ്തകത്തിൽ പഠിച്ച പിശാചിൻ്റെ പതനത്തിനൊക്കെ കാരണമായത് അവൻ്റെ ഹൃദയം ഗർവിച്ചതാണല്ലോ. ഇവിടെ ബെൽശസ്സർ എന്ന് പറയുന്ന രാജാവ് അങ്ങനെ അഹങ്കരിച്ചത് 4:30-31 വാക്യങ്ങളിൽ നമുക്ക് കാണാം. അഹങ്കരിക്കരുത്, എപ്പോഴും താഴ്മയുള്ള ആളുകളായിരിക്കണം എന്ന് ദൈവം രാജാവിനെ പോലും ഉപദേശിക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായതെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും. നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നതുവരെ നിനക്ക് 7 കാലം കഴിയും. അപ്പോൾ ഈ അഹന്തയ്ക്ക് ദൈവം കൊടുക്കുന്ന പണിഷ്മെൻറ്റും അഹന്തയോടുള്ള ദൈവത്തിൻ്റെ എതിർപ്പും പുസ്തകം വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതിന് പകരം നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം, തന്നെത്താൻ താഴ്ത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതിൻ്റെ പ്രാധാന്യം 5-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിലുണ്ട്. എല്ലാ കാലത്തും നമ്മൾ ഏത് സ്ഥാനത്ത് വന്നാലും എപ്പോഴും താഴ്മയും വിനയവും ഉള്ളവരായിരിക്കണം എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവന്റെ മകനായ ബേൽശസ്സരേ, ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ, ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി. തന്നെത്താൻ താഴ്ത്തണം, തന്നെത്താൻ ഉയർത്തരുത്. ഓക്കെ. അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുൻപിൽ കൊണ്ടുവന്ന് തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിക്കുകയും കാൺമാനും കേൾപ്പാനും അറിയാനും വയ്യാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ച് തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. ആകയാൽ ദൈവത്തെ മഹത്വീകരിച്ചില്ല, തന്നെത്താൻ ഉയർത്തി. അപ്പോൾ നമ്മൾ അതിൽ എന്താ പഠിക്കേണ്ടത്? തന്നെത്താൻ താഴ്ത്തണം. എല്ലാ മഹത്വവും ആർക്ക് കൊടുക്കണം? ദൈവത്തിന്. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും മഹത്വം ദൈവത്തിന് കൊടുക്കണം. കൂടുതൽ പഠനത്തിനായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ബാക്കി ലിങ്കിൽ കയറി കൂടുതൽ നിങ്ങൾ കേൾക്കുകയോ തന്നെ പഠിക്കുകയോ ചെയ്യുക. 2-7 അധ്യായങ്ങൾ താരതമ്യപ്പെടുത്തണം. 2-7 അധ്യായങ്ങൾ. എന്നിട്ട്
നെബൂഖദ്നേസറിൻ്റെ സ്വപ്നവും ദാനിയേലിൻ്റെ സ്വപ്നവും താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അത് നമ്മൾ സർവേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അവനിവിടെ ആവർത്തിക്കുന്നില്ല. 2-ാം അധ്യായവും 7-ാം അധ്യായവും താരതമ്യപ്പെടുത്തി നെബൂഖദ്നേസറിൻ്റെ ഒരേ സ്വപ്നമാണ്, അതെങ്ങനെയാണ് രണ്ടുപേർക്കും കൊടുത്തതെന്നുള്ളത് പഠിക്കുക. എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി എന്നൊക്കെ പറയുന്ന ദൈവത്തെ പരിചയപ്പെടണമെങ്കിൽ ഈ പുസ്തകം വായിക്കണം. സിംഹങ്ങളുടെ വായ അടയ്ക്കുന്ന ദൈവം, തീയുടെ ബലം കെടുത്തുന്ന ദൈവം, ആ ദൈവത്തെ പരിചയപ്പെടണം. 9-ാം അധ്യായം പഠിക്കുമ്പോൾ ദാനിയേൽ ദർശിച്ച 70 ആഴ്ചവട്ടം, അത് പ്രത്യേകം പഠിക്കണം. നമ്മൾ വെളിപ്പാടിലൊക്കെ അത് പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ആ 70 ആഴ്ചവട്ടം പഠിക്കാനായിട്ട് ഉത്സാഹിക്കുക. നമുക്ക് ഈ ക്ലാസ്സിൽ ഡാനിയേലിൻ്റെ ജീവിതത്തെയും സ്വഭാവത്തെയും വിലയിരുത്തുന്നതിന് അല്പസമയം എടുക്കാം. കാരണം ഡാനിയേൽ ഒരു ഉന്നത സ്ഥാനീയനാണ്, യോസഫിനെ പോലെ കുറ്റമറ്റവനാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നാം പഠിക്കേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് അതിന് ഞാൻ ഈ ക്ലാസ്സിൽ കൂടുതൽ പ്രാധാന്യം നൽകി ഡാനിയേലിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തട്ടെ. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ ഓർ ഇവാലുവേഷൻ ഓഫ് ദി ക്യാരക്ടർ ഓഫ് ഡാനിയേൽ എന്ന് വേണമെങ്കിൽ പറയാം. അടിമകളായിട്ട് സ്വന്തം നാട് വിട്ടുപോയ 2 ബാലന്മാർ പിൽക്കാലത്ത് അവർ ചെന്നു ചേർന്ന രാജ്യങ്ങളിൽ ഭരണകർത്താക്കളായിട്ട് മാറി. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? 2 യഹൂദ ബാലന്മാർ അടിമകളായി നാട് വിട്ടു പോകേണ്ടതായിട്ട് വന്നു. അവർ 2 പേരും ചെന്നു ചേർന്ന രാജ്യത്ത് ഭരണകർത്താക്കളായി. ആരൊക്കെയാണത്? ഒന്ന് ജോസഫ്, മറ്റേത് ഡാനിയേൽ. 2 പേരും സ്വപ്ന വ്യാഖ്യാനികളായിരുന്നു, 2 പേരും ദിവ്യ ആത്മാവുള്ളവരായിരുന്നു, 2 പേരും ജ്ഞാനികൾ ആയിരുന്നു, 2 പേരും ജീവിതത്തിൽ കുറ്റങ്ങൾ സംഭവിക്കാത്തവരായിരുന്നു. അതുകൊണ്ട് അവരെ 2 പേരെയും നിങ്ങൾ പ്രത്യേകം പഠിക്കണം. ഇതിൽ ഡാനിയേലിനെ കുറിച്ച് ഏറ്റവും പ്രിയ പുരുഷൻ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. നമ്മൾ ആ വാക്യങ്ങൾ വായിച്ചല്ലോ. 9:23, 10:11, 19. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാതാപിതാക്കന്മാരെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒന്നും രേഖകൾ ഇല്ല. തുടങ്ങുന്നത് തന്നെ ഡാനിയേലും അദ്ദേഹത്തിൻ്റെ 3 കൂട്ടുകാരും അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ്. അവരുടെ പേരിൽ തന്നെ ഏലും യാഹു ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അവർ ബാലന്മാർ എന്ന് പറഞ്ഞിരിക്കും. ബൈബിളിൽ പലയിടത്തും ബാലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് യങ് മെൻ, യൗവനക്കാർ എന്നുള്ള അർത്ഥത്തിലാണ്. ബാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്നത്, യൗവനക്കാർ എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഏകദേശം 15 വയസ്സ് പ്രായമുള്ള സമയത്ത്, ടീനേജ് എൻ്റെ ഹൈറ്റിൽ എത്തുന്ന സമയത്താണ് ഇവരെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയത്. അവരുടെ പ്രത്യേകതകൾ 3-4 വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. രാജസന്തതിയായിരുന്നു, കുലീനന്മാരായിരുന്നു, അംഗഭംഗമില്ലാത്തവരായിരുന്നു, സുന്ദരന്മാരായിരുന്നു, സകല ജ്ഞാനത്തിൽ നിപുണന്മാരായിരുന്നു, അറിവിൽ സമർത്ഥന്മാർ, വിദ്യാപരിജ്ഞാനികൾ, രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യർ. ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അവരൊരു മാതൃകാ ജീവിതം നയിച്ചവരായിരുന്നു. നിത്യത വരെ നീളുന്ന സ്വപ്നങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. അവർ വെളിപ്പാട്, സ്വപ്ന വ്യാഖ്യാനം, പ്രവചനം എന്നൊക്കെയുള്ള നിലയിൽ ദൈവത്തിൽ നിന്ന് ആദ്യം മുതൽ തന്നെ പ്രാപിച്ചാണ് മുമ്പോട്ട് പോയത്. ആൻഡ് ലേറ്റർ ബിക്കേം എ മേജർ പ്രോഫറ്റ്, അല്ലേ? പിൽക്കാലത്ത് ഒരു വലിയ പ്രവാചകനായി മാറി. ബാബിലോണിലെ പരിശീലനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാബിലോണിൽ അവരെത്തിയതിന് ശേഷം തികച്ചും പുതിയ സാഹചര്യങ്ങൾ. നമ്മുടെ പിള്ളേർ പലരും, നമ്മുടെ കുട്ടികൾ പലരും നാടുവിട്ട് വിദേശങ്ങളിലൊക്കെ പഠിക്കാനും ജോലിക്കൊക്കെ പോകുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം ഇതാണ്, തികച്ചും പുതിയ സാഹചര്യങ്ങൾ. പരിചയമുള്ളവരാരും തന്നെ ഇല്ല. പുതിയ പേര്, അല്ലേ? പുതിയ പേര് 7-ാം വാക്യത്തിലുണ്ടായിരുന്നല്ലോ. ബെൽശസ്സർ, ശദ്രക്, മേശക്, അബേദ്നെഗോ എല്ലാം ബാബിലോണിയൻ ദൈവത്തോട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം ഡാനിയേലിന് കൊടുത്ത ബെൽശസ്സർ എന്ന വാക്കിൻ്റെ അർത്ഥം, പേരിൻ്റെ അർത്ഥം ബാലിൻ്റെ വത്സല പ്രഭു എന്നാണ്. മനസ്സിലായോ? അപ്പം ദൈവത്തിൻ്റെ ആളെ പിടിച്ച് ബാലിൻ്റെ ആളാക്കി. എന്നിട്ട് പുതിയ ഭക്ഷണം കൊടുത്തു, പുതിയ ഭാഷ പഠിപ്പിച്ചു, പുതിയ ദൈവങ്ങളെ കൊടുത്തു, പുതിയ ആരാധനാ രീതി കൊടുത്തു, പുതിയ വസ്ത്രം കൊടുത്തു, പുതിയ വിദ്യ കൊടുത്തു, പുതിയ ജ്ഞാനം കൊടുത്തു. നോക്കണേ, ഇത് തന്നെയല്ലേ ഇന്ന് നമുക്ക് പുറത്തു പോകുന്ന ആളുകൾക്കൊക്കെ സംഭവിക്കുന്നത്. എന്നിട്ട് അവരെ പഠിപ്പിച്ചത് കൽദയരുടെ വിദ്യയും ജ്ഞാനവും ഭാഷയും 4-ാം വാക്യത്തിലുണ്ട്. കൽദയരുടെ വിദ്യ, ജ്ഞാനം, ഭാഷ ഇതെല്ലാം അഭ്യസിപ്പിച്ചു. രാജഭോജനം, രാജാവ് കുടിക്കുന്ന വീഞ്ഞ്, ഇതെല്ലാം. രാജാവ് കുടിക്കുന്ന വീഞ്ഞിന് എന്നാ പ്രോബ്ലം? പ്രോബ്ലി ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ദെയർ ഗോഡ്സ്. ദൈവത്തിനൊക്കെ സമർപ്പിച്ച സാധനമായിരിക്കും. ഒരു 3 കൊല്ലത്തെ ട്രെയിനിങ് ആയിരുന്നു. പരിശീലനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് 17-ാം വാക്യത്തിലുണ്ട്. 1:17 നമുക്കൊന്ന് വായിക്കാം. 1:17
ഈ 4 ബാലന്മാർക്കോ ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. ആ വാക്യം നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കാത്ത ഒരു വാക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? ദൈവം കൊടുത്തു. ആമേൻ. മനസ്സിലായോ? അവർക്ക് വിദ്യയും ജ്ഞാനവും ഒക്കെ ഉണ്ടായെന്നല്ല പറഞ്ഞത്. അവർ നിപുണതയും സാമർഥ്യവും ദർശന വ്യാഖ്യാനവും എല്ലാം തന്നെ അങ്ങ് നേടിയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചേ. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദൈവം കൊടുത്തു. ആമേൻ. ദൈവം കൊടുത്തു, അവര് പ്രാപിച്ചു. ഇത് നമുക്കും കിട്ടുന്ന കേട്ടോ. ദൈവം കൊടുക്കുന്നു, നമ്മൾ പ്രാപിക്കണം. അതുകൊണ്ട് ദൈവം കൊടുത്തതാണ് ഈ ജ്ഞാനം, ഈ വൈഭവം എന്നുള്ള കാര്യം അറിയണം. ദൈവം കൊടുത്തത് കൊണ്ട് 19-ാം വാക്യത്തിൽ പറയുകയാണ്, അവർക്ക് തുല്യരായി ഒരുത്തനെയും കണ്ടില്ല. 19-ാം വാക്യം. രാജാവ് അവരോട് സംസാരിച്ചാറേ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. എന്തുകൊണ്ട്? അവർക്ക് കൊടുത്തത് ദൈവം കൊടുത്തതാണ്. അതിന് തുല്യമായിട്ട് വേറൊന്നും ഉണ്ടാവുകയില്ല. മാത്രമല്ല 20-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ 10 ഇരട്ടി വിശിഷ്ടന്മാരായിരുന്നു, മറ്റുള്ളവരെക്കാൾ 10 ഇരട്ടി വിശിഷ്ടന്മാർ. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. അപ്പൊ ഇതെല്ലാം ദൈവം കൊടുത്തതുകൊണ്ടാണ് കേട്ടോ. ആ ദൈവം കൊടുത്തു എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ അടിയിൽ വരച്ച് സൂക്ഷിച്ചോണം. ഹൃദയത്തിലും ജീവിതത്തിലും എല്ലാം ദൈവം തരുന്നതാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാൽ അതിന് തുല്യമൊന്നും ഉണ്ടാവുകയില്ല. ഇവരുടെ സേവന കാലഘട്ടത്തെക്കുറിച്ച് പുസ്തകം പറയുന്നുണ്ട്. പ്രവാസകാലം മുഴുവൻ ഏതാണ്ട് 70 വർഷവും സേവനമനുഷ്ഠിച്ചു ഈ ബാബിലോണിൽ. 80-ാം വയസ്സിലാണ് മരിക്കുന്നത്. 6 ബാബിലോണിയൻ രാജാക്കന്മാരെയും 2 പേർഷ്യൻ രാജാക്കന്മാരെയും അദ്ദേഹം സേവിച്ചു. അവരുടെയൊക്കെ കീഴിൽ പേര് പറഞ്ഞിട്ടുള്ളത് നെബൂഖദ്നേസർ 1-ാമൻ, 2-ാമൻ, ബെൽഷസർ ബാബിലോണിയൻ രാജാക്കന്മാരാണ്. പേർഷ്യൻ രാജാക്കന്മാരായ ദാരിയവേശും കോരശും ഇവരുടെ എല്ലാം കീഴിൽ ദാനിയേൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. ഈ സേവനം അനുഷ്ഠിച്ചതുകൊണ്ട് സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പോലെ രാജാക്കന്മാരുടെ കീഴിൽ ജോലി ചെയ്തപ്പോൾ രാജാവ് പറഞ്ഞതെല്ലാം ഇവർ കേട്ടു നല്ല ഭംഗിയായിട്ട് ചെയ്തു എന്നാണെങ്കിൽ ഒരു തെറ്റുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രാജാക്കന്മാരെല്ലാവരും ദാനിയേലിൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞു. രാജാക്കന്മാരെല്ലാം ചെയ്തൊരു കാര്യം, സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരെല്ലാവരും ദാനിയേൽ ഒരു പ്രത്യേകതയുള്ള ആളാണ്. നേരത്തെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെല്ലാം ദൈവം കൊടുത്തതാണ് കയ്യിലുള്ളത്. അതിനെ ഒപ്പം വെക്കാൻ ഒന്നുമില്ലെന്നും മറ്റുള്ളവരെക്കാൾ 10 ഇരട്ടി വിശിഷ്ടമുള്ളതാണെന്ന് രാജാക്കന്മാർ തിരിച്ചറിഞ്ഞു. ഞാൻ ചില വാക്യങ്ങൾ അതിനുവേണ്ടി വായിപ്പിക്കുക. ഒന്നാമത് നെബൂഖദ്നേസർ രാജാവിൻ്റെ തിരിച്ചറിവ് നോക്കുക. 2-ാം അധ്യായത്തിൻ്റെ 47-ാം വാക്യം. നിങ്ങളുടെ ദൈവം, ദൈവാധിദൈവം, ഒരു രാജാവ് പറയുകയാണ് കേട്ടോ. രാജാവ് തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളോട് പറയുകയാണ്, നിങ്ങളുടെ ദൈവം. രാജാവ് ദാനിയേലിനോട്, രാജാവ് നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനോട്, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട്. അപ്പൊ ദൈവം കൊടുത്തതാണ്, അതാ വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാധിദൈവവും രാജാധി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യമെന്ന് കൽപ്പിച്ചു. കണ്ടോ, രാജാവിന് ഒരു കാര്യം ബോധ്യപ്പെടുകയാണ് അല്ലേ, ദാനിയേലിന്റെ ദൈവം ആരാണെന്നുള്ളത്. 3:29 വീണ്ടും വേറൊരു ബോധ്യം കിട്ടുകയാണ്. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട്. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമാക്കി ശകൽക്കുകയും. നമുക്ക് മനസ്സിലായോ, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായ്ക കൊണ്ട് ഈ ദൈവത്തിന് വിരോധമായി ഒരു തെറ്റും ഒരു കുറ്റവും ആരും പറയാൻ പാടില്ല. പറഞ്ഞാൽ പണിഷ്മെന്റ് ഉണ്ടാകും. അപ്പം ആ ഈ തിരിച്ചറിവ് രാജാവിനുണ്ടാകുക. 4:34 നോക്കിയാൽ വീണ്ടും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു തിരിച്ചറിവ്, അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജ്യത്വം തലമുറയുമായുള്ളതാണല്ലോ എന്ന് നെബൂഖദ്നേസർ തിരിച്ചറിയുകയാണ്. അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറയായുള്ളതുമല്ലോ. 37-ാം വാക്യത്തിൽ അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. 4:37 അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ഈ 4 വാക്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചു. നെബൂഖദ്നേസർ രാജാവിനുണ്ടായ ബോധ്യമാണ് ഡാനിയേലിനോട് ഇടപെട്ടത് കൊണ്ട്. നമ്മളോട് ഇടപെടുന്നതുകൊണ്ട് ആളുകൾക്ക് ഇങ്ങനത്തെ ബോധ്യമൊക്കെ ഉണ്ടാകണം. 2:47, 3:29,
4:34, 4:37. ഇനി മറ്റൊരു രാജാവ് പല രാജാക്കന്മാരുടെ കീഴിൽ പ്രവർത്തിച്ചെന്ന് പറഞ്ഞല്ലോ, ബെൽഷസർ രാജാവ്. 5:21 ബെൽഷസർ പറയുകയാണ്, മനുഷ്യരുടെ രാജ്യത്തിൻ്റെ മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിന് നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞു എന്ന്. 5:21 മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിന് നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞതുവരെ ആണ്. അപ്പം ബെൽഷസർ രാജാവിന് തിരിച്ചറിവുണ്ടായി ഡാനിയേലിൻ്റെ ദൈവത്തെക്കുറിച്ച്. ദാര്യാവേശ രാജാവിനും ഉണ്ടായി. നമുക്ക് 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യവും 26-27 വാക്യങ്ങളും വായിച്ചാൽ 6:20 ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. എങ്ങനെ വിളിച്ചതെങ്ങനെ? ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. വലിയ തിരിച്ചറിവല്ലേ അത്, അല്ലേ? ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. വെറുതെ ദാനിയേലേ എന്ന് വിളിച്ചാൽ പോരെ? തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ വിളിച്ചത് അങ്ങനല്ല, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. 26-27 വാക്യങ്ങളിൽ പറയുകയാണ്, ഇങ്ങനെ ഒരു ദൈവം ഉള്ളതുകൊണ്ട് ഇനി എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട, വായിക്കാം 26. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. ഇതെല്ലാം തിരിച്ചറിവാണ്, അല്ലേ? ഒരു രാജാവിനുണ്ടാകുന്ന തിരിച്ചറിവാണ്. അതുകൊണ്ട് രാജാക്കന്മാർ ദാനിയേലിൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നെബൂഖദ്നേസർ, ബെൽഷസർ, ദാര്യാവേശ് ഒക്കെ അത് ടെസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ വാക്യങ്ങളാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു നിലവാരത്തിലേക്ക് ഡാനിയേൽ ഉയർന്നു വരുവാനായിട്ട് ഡാനിയേലിൻ്റെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകളുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത് ഡാനിയേലിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹി വാസ് എ മാൻ ഓഫ് പേർപ്പസസ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയാം. ഓർ ഹി വാസ് എ മാൻ ഓഫ് ഡിസിഷൻസ്. ലക്ഷ്യവും തീരുമാനങ്ങളും ഉള്ള ഒരു മനുഷ്യനായിരുന്നു. മനസ്സിലായോ? 1:8 നമ്മളത് കാണുന്നത്. ഒന്നാമത്, തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഹൃദയത്തിൽ നിശ്ചയിച്ചു, അത് നടപടിയാക്കി. അതുകൊണ്ടാണ് ഷണ്ഡാധിപനോട്, ഹൃദയത്തിൽ നിശ്ചയിച്ചിട്ട് കൊടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ല, ആ ഹൃദയത്തിൽ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയിലേക്ക്. സോ ഹി വാസ് എ മാൻ ഓഫ് പേർപ്പസസ്. തീരുമാനങ്ങളുള്ളൊരു മനുഷ്യനായിരുന്നു. 2:16 വാക്യത്തിലേക്ക് വരുമ്പോൾ, രാജാവ് ഒരു സ്വപ്നം കണ്ടു, രാജാവ് മറന്നുപോയി, സ്വപ്നവും അർത്ഥവും പറയണമെന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ ദാനിയേൽ, അയ്യോ ഇത് പറ്റത്തില്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല എന്നല്ല പറയുന്നത്. തീരുമാനങ്ങളുള്ളൊരു മനുഷ്യനായതുകൊണ്ട് 16 വാക്യത്തിൽ, എനിക്ക് സമയം തരയണം. വായിച്ചാട്ടെ. ദാനിയേൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരയണമെന്നും എനിക്ക് സമയം തരണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. ശ്രമിക്കാമെന്നല്ല പറഞ്ഞത്. നമ്മളാണ് എന്ത് പറഞ്ഞേനെ, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ, ഞങ്ങളൊന്ന് ശ്രമിക്കാം, അല്ലെങ്കിൽ ഇത് പറ്റുന്ന കാര്യമല്ല രാജാവേ. എല്ലാവരും അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഡാനിയേൽ എന്താ പറഞ്ഞത്? എനിക്ക് സമയം തരണം, ഞാൻ രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കാം, അറിയിക്കാം. സോ ഐ വിൽ ഡു ദാറ്റ്. ഡിസിഷനാണ് നമ്മളവിടെ കാണുന്നത്. എന്നിട്ട് ദൈവത്തോട് പോയി പറഞ്ഞു കാണും, ഞാൻ അർത്ഥം പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത്, നീ എനിക്ക് വെളിപ്പെടുത്തി തന്നെങ്കിൽ പറ്റുള്ളൂ. ആൻഡ് ഗോഡ് റിവീൽഡ്. 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ അവിടെ സിംഹത്തിൻ്റെ കുഴിയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. എന്താ കാണിക്കുന്നത്? തീരുമാനം. എന്ത് നിയമങ്ങൾ ആര് പാസ്സാക്കിയാലും എനിക്കൊരു തീരുമാനമുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരിക്കും. മാൻ ഓഫ് ഡിസിഷൻസ്. തീരുമാനങ്ങളുള്ളൊരു മനുഷ്യനാണ്. കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മാറുന്ന സ്വഭാവമല്ല. 9:3 യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്നൊരു കാലസംഖ്യ ഗ്രഹിച്ചു. അപ്പോൾ എന്ത് ചെയ്തു?
ഉപവസിച്ചു. വായിക്കാം. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. അപ്പം തീരുമാനിക്കുകയാണ്, കണ്ടോ, എനിക്ക് അത് മനസ്സിലാക്കണം, അതിനകത്ത് നടപടികൾ വേണം. ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ, അതായത് നമ്മൾ പലപ്പോഴും ഡയറ്ററി ലോസ്, രാജാവിൻ്റെ ആഹാര നിയമങ്ങൾ ഒക്കെ എതിരെ നിന്നു എന്ന് മാത്രമാണ് കാണുന്നത്. പക്ഷേ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ കൂടെ ചിലപ്പോൾ അധികം പേര് നിൽക്കാൻ കാണുകയില്ല. എന്നാൽ ഒരു അന്യദേശത്ത് തനിക്ക് അനുകൂലമായിട്ട് അനേകം ആളുകൾ നിൽക്കാനില്ലാത്തപ്പോഴും തൻ്റെ വിശ്വാസത്തിന് വേണ്ടി ഉറച്ച നിലപാടുകൾ എടുത്തൊരു മനുഷ്യനാണ് ആര്? ഡാനിയേൽ. അതുകൊണ്ട് തീരുമാനങ്ങളുള്ളൊരു മനുഷ്യൻ. രണ്ടാമത്, ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ, ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, അല്ലേ? ഈ സ്വപ്നം വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി, അതിൻ്റെ അർത്ഥം മനസ്സിലാകാൻ വേണ്ടിയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ നോക്കിയാട്ടെ. കുറേ വാക്യങ്ങളുണ്ട്, നമുക്ക് 1-2 ഓടിച്ചു നോക്കാം. 2:17-18 വാക്യങ്ങൾ. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോട് കൂടെ നശിക്കാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം. മതിയല്ലോ, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിച്ചു. ബാക്കി നിങ്ങൾ വായിക്കുക. 6:10 നമ്മളിപ്പോൾ വായിച്ചു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു, അല്ലേ? 3 പ്രാവശ്യം ദിവസത്തിൽ. 6:10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നത്, ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്ന് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. 6:10-ലും 13-ലും നമുക്കിത് കാണാം. 9:3 നമ്മൾ വായിച്ചു ഉപവാസം, പ്രാർത്ഥന, യാചന, അപേക്ഷ. 10-ാം അധ്യായം മുഴുവൻ തൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവിടെയൊക്കെ മുമ്പ് ചെയ്തു വന്നതുപോലെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? പ്രെയർ വാസ് ഹിസ് ഹാബിറ്റ്. പ്രാർത്ഥന അവൻ്റെ ഒരു സാധാരണ നടപടിയായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥന ജീവിതത്തെ മാറ്റുവാൻ ഒന്നിനും കഴിയത്തില്ല. എന്ത് സംഭവിച്ചാലും, ഏത് നിയമം വന്നാലും അവൻ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. എന്താവശ്യം വന്നാലും പ്രാർത്ഥിക്കും. അതുകൊണ്ട് മറ്റെന്തിനേക്കാളും അദ്ദേഹം പ്രാർത്ഥനയിൽ ആശ്രയിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തോട് ഇടപെടുവാൻ ആണ് അവന് താല്പര്യം. മനുഷ്യരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ ദൈവത്തോട് ഇടപെടുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ താല്പര്യം കാണിച്ചു. നമ്മൾ സങ്കീർത്തനത്തിൽ 6-ാം സങ്കീർത്തനത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ വായിക്കുന്നത്, യഹോവേൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവേൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും, അല്ലേ? അതൊരു ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഡാനിയേൽ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുന്നത്. 6:9 യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. ഇതാണ്, ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാനായിട്ട് പോകാനായിട്ട്. യഹോവൻ്റെ പ്രാർത്ഥന കേട്ടു, അവൻ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. 55:17 സങ്കീർത്തനത്തിൽ പറയാണ്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. കണ്ടോ, ഈ ഒരു പ്രാഗൽഭ്യം ദാവീദിനും ഡാനിയേലിനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, നമ്മൾ 3 നേരം ഗുളിക കഴിക്കാറുണ്ടല്ലോ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. പക്ഷേ 3 നേരം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലേ? വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും 3 നേരം കഴിക്കണം എന്ന് പറഞ്ഞാണ് ഡോക്ടർ തരുന്നത്. അതുപോലെ ഇതാ ദാനിയേലും ദാവീദും ഒക്കെ എന്താ ചെയ്തത്? കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും 3 നേരവും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് പ്രാർത്ഥിക്കുന്നതിനായിട്ട്. 66-ാം സങ്കീർത്തനത്തിൻ്റെ 18-20 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു, എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ദാനിയേൽ തീരുമാനങ്ങളുള്ള മനുഷ്യനായിരുന്നു, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. മൂന്നാമത്, ഹി വാസ് എ മാൻ ഓഫ് പ്രോഫസി, ഒരു പ്രവാചകനായിരുന്നു, അല്ലേ? ദൈവത്തിൻ്റെ വക്താവായിരുന്നു. 7-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ദൈവം അവന് ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് 12-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇത് മുദ്രയിട്ടേക്കുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 1:17 സ്വപ്ന വ്യാഖ്യാനി, ജ്ഞാനി, നിപുണതയുള്ളവൻ, സമർത്ഥൻ, വിവേകി, ദർശകൻ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രവാചകൻ ആയിരുന്നു. 4-മതായിട്ട്, ഹി വാസ് എ ഫെയ്ത്ത്ഫുൾ മാൻ, ഒരു വിശ്വസ്ത മനുഷ്യനായിരുന്നു. 6:4 വായിച്ചാട്ടെ, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ആകയാൽ അധ്യക്ഷന്മാരും
പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു, എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. പിന്നെ എന്ത് കുറ്റമാ കണ്ടത്? 5-ാം വാക്യത്തിലുണ്ട്, ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അപ്പം വിശ്വസ്തനായിരുന്നു. ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് അവർ വിശ്വസ്തരായിരിക്കണം എന്ന് നമ്മൾ കൊരിന്ഥി ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലും മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ ജീവകിരീടം. അപ്പൊ ദൈവത്തെ സേവിച്ചിട്ടുള്ള നോഹ, മോശ, അബ്രഹാം, ശാമുവേൽ, പൗലോസ്, തിമോത്തി, യേശു, ഇവരെയൊക്കെ നോക്കുക, അവരൊക്കെ വിശ്വസ്തരായിരുന്നു. അത്യല്പത്തിൽ വിശ്വസ്തന്മാരെയാണ് ദൈവം അധികത്തിന് വിചാരകൻ ആക്കുന്നത്. ഞാൻ മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ കാണുന്നത്, എ മാൻ ഓഫ് സ്പിരിച്വൽ സ്റ്റാമിന, സ്പിരിച്വൽ എനർജി ആൻഡ് കറേജ്, ആത്മീയ ധൈര്യവും കൃപയും നിറഞ്ഞവൻ എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലായോ? സ്പിരിച്വൽ സ്റ്റാമിന എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതം ഞാനിങ്ങനെ രഹസ്യത്തിൽ മാത്രം നയിക്കുന്ന ഒരു സാധനമല്ല. രാജാക്കന്മാരുടെ മുമ്പിലൊക്കെ ദൈവത്തെക്കുറിച്ച് ശക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാമിന വേണ്ടേ? ആ സ്റ്റാമിന നമുക്ക് പലർക്കും ഇല്ലേ? ഇപ്പോൾ പ്രധാനമന്ത്രി വിളിപ്പിക്കുകയാണെങ്കിൽ മുട്ടടിച്ചു പോകും. പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ കാര്യമൊന്നും പറയുകയല്ല. നമുക്ക് വഴിയിലൊക്കെ നിന്ന് ഭയങ്കരമായിട്ട് വേണമെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഭരണകർത്താവ് വിളിച്ചിട്ട് 4 ചോദ്യം ചോദിച്ചാൽ ഉടനെ സ്പിരിച്വൽ സ്റ്റാമിന ഉണ്ടോയെന്ന്. ഡാനിയേലിന് സ്പിരിച്വൽ സ്റ്റാമിന ഉണ്ടായിരുന്നു, സ്പിരിച്വൽ എനർജി, സ്പിരിച്വൽ കറേജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാനൊരു വാക്യം വായിപ്പിക്കട്ടെ. 4:25 രാജാവിനോട് പറയുകയാണ്, രാജാവിൻ്റെ മേൽ വരുന്ന അത്യുന്നതനായവന്റെ വിധിയെക്കുറിച്ചായി പറയുന്നത് കേട്ടോ. 4:25 തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോട് പറയണേ ധൈര്യം വേണ്ടേ? രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, തിരുമേനിയെ മനുഷ്യരുടെ നിന്ന് നീക്കിക്കളയും, തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോട് കൂടെയാകും. ഇല്ലേ, തല വെട്ടിക്കളയും ചിലപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. ബട്ട് സീ ഹിസ് കറേജ്, തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോട് കൂടെയാകും. തിരുമേനിയെ കാളയെ പോലെ പുല്ലു തീറ്റും, തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും, മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവനെ കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ് കൊണ്ട് അറിയുന്നതുവരെ 7 കാലം കഴിയും. വേറെ ചിലരോടൊക്കെ പറഞ്ഞു, മേനെ തെക്കേ നിന്നെ തൂക്കി നോക്കിയിട്ട്. അപ്പൊ ഇങ്ങനെ രാജാവിന്റെ മുഖത്ത് നോക്കി ഇത്ര വലിയ ന്യായവിധിയൊക്കെ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അതിന് ആത്മീയ ധൈര്യം വേണം, ആത്മീയമായിട്ടുള്ള കരുത്ത് വേണ്ടേ? അപ്പൊ ദൈവം നൽകിയ ആലോചന ആരോടും സധൈര്യം പറയാനായിട്ട് വിശ്വാസം വേണം, വിശ്വാസത്തിന്റെ ധൈര്യം വേണം. പ്രതികൂലമൊക്കെ വരാം അല്ലേ? പ്രതികൂലം വരാം, ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടമായെന്ന് വരാം. എന്നാൽ മനുഷ്യ ഭയം ഒരു കെണിയാണ് അല്ലേ? ഫിയർ ഗോഡ് ആൻഡ് ടേക്ക് എ സ്ട്രോങ് സ്റ്റാൻഡ് ഫോർ ക്രൈസ്റ്റ്. ദൈവത്തെ ഭയപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി ഉറച്ച നിലപാടെടുക്കുവാൻ തയ്യാറായ ഒരാളാണ് ഡാനിയേൽ. അതുപോലെ തന്നെ 6-ാമതായിട്ട് ഹി ഹാഡ് ആൻ എക്സലന്റ് സ്പിരിറ്റ്, ഉത്കൃഷ്ട മാനസനായിരുന്നു. അങ്ങനെ ഡാനിയേലിനെ കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 5:12, 6:3 നോക്കിയാട്ട് ഡാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട്. ദാനിയേലിൽ ഉത്കൃഷ്ട മനസ്സും അറിവും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനവും ഗൂഢാർത്ഥവാക്യ പ്രദർശനവും സംശയഛേദനവും കണ്ടിരിക്കുകയാൽ. 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ടാണ് അവൻ വിശിഷ്ടനായിട്ട് വിളങ്ങിയത്. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. എങ്ങനെയില്ലെന്ന് നോക്കി 6:3 എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആണോ? അപ്പൊ അങ്ങനെ അത്ര ഉത്കൃഷ്ട മാനസൻ എന്ന് പറഞ്ഞാൽ ഹി ഹാഡ് ആൻ എക്സലന്റ് സ്പിരിറ്റ്, ഏറ്റവും വിശിഷ്ടൻ. ദൈവകൃപ, ബുദ്ധിവൈഭവം, ജ്ഞാനം, വിവേകം ഇതെല്ലാം നിറഞ്ഞ ആളായിരുന്നു. എക്സലന്റ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് എക്സലന്റ് സ്പിരിറ്റ്. ഹി വാസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നതിന് അർത്ഥമുള്ളൂ കേട്ടോ. അവൻ ആത്മാവ് നിറഞ്ഞവനായിരുന്നു. ആത്മനിറവിൽ ജീവിക്കുമ്പോൾ, ആത്മ നിയന്ത്രണത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ചേരും. എല്ലാ മേഖലകളിലും വിജയം വരിക്കാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ലൂക്കോസ് 24:19 പറഞ്ഞേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശു എന്നാണ്. മനസ്സിലായോ? വാക്കിലും പ്രവൃത്തിയിലും. നമ്മുടെ എല്ലാം പ്രോബ്ലം വാക്കിൽ കാണും, പക്ഷെ പ്രവൃത്തിയിൽ ഉണ്ടാകാറില്ല. എന്നാൽ വാക്കിലും പ്രവൃത്തിയിലും
ശക്തിയുള്ള പ്രവാചകനായിരുന്നു യേശു ക്രിസ്തു. ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അപ്പം ആ യേശുവിനെ കുറിച്ച് പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10:38 പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു, ദൈവം അവനോട് കൂടെ ഇരുന്നു, അവൻ നന്മ ചെയ്തു, പിശാചു ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചു. യേശു തന്നെ ലൂക്കോസ് 4:18 പറഞ്ഞു, അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, അല്ലേ, ബദ്ധന്മാരെ വിടുവിച്ചയക്കുവാൻ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഈ ആത്മാവിന്റെ നിറവാണ് ദാനിയേലിനുണ്ടായി. നസ്രായന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം ഹി ഹാഡ് ആൻ എക്സലന്റ് സ്പിരിറ്റ്, ഉത്കൃഷ്ട മാനസൻ. ഏഴാമതായിട്ട് ഒരു കാര്യം കൊണ്ട് ഞാൻ ചേർക്കുകയാണ്, ഹി ഗേവ് ഓൾ ഗ്ലോറി ടു ഗോഡ്. അവൻ മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുത്തു, ഒരിക്കലും മഹത്വം മോഷ്ടിച്ചില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിന്റെ ക്രെഡിറ്റ് ഒരിക്കലും അദ്ദേഹം എടുത്തില്ല. കാരണം നേരത്തെ ഒരു വാക്യം വായിച്ചത് ഓർക്കണം, ഈ ജ്ഞാനമൊക്കെ ദൈവം കൊടുത്തതാണ്. ദൈവം കൊടുത്തതാണെങ്കിൽ മഹത്വം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. 2:19 രഹസ്യം വെളിപ്പെട്ടു. ഇപ്പൊ ദാനിയേൽ എന്ത് ചെയ്തു? അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. അപ്പൊ ഉടനെ ദാനിയേൽ ചെയ്തത് നോക്കുക. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു. കേട്ടോ, ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 2:19 മുതൽ 23 വരെ വായിക്കുകയാണെങ്കിൽ, ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന നമ്മൾ 28-ാം വാക്യം 2:28 രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അല്ലാതെ എനിക്ക് ഇതെല്ലാം വെളിപ്പെട്ട് കിട്ടി ഞാനൊരു ഭയങ്കരനാണെന്നല്ല പറയുന്നത്. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. കണ്ടോ, അപ്പം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. 6:22 നിനക്ക് വല്ല കേടും സിംഹങ്ങൾ വരുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? എൻ്റെ ദൈവം കണ്ടോ തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ, എന്നെ കണ്ടപ്പോൾ സിംഹമൊക്കെ വായടിച്ചു, ഒരു സിംഹവും എൻ്റെ നേരെ വാ തുറക്കുകയല്ല എന്നൊക്കെ നമ്മൾ കാച്ചിക്കളയും. പക്ഷെ അങ്ങനെയൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. ഗ്ലോറി ഗോസ് ടു ഗോഡ്. ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ താൻ ഒട്ടും മഹത്വം തനിക്കായിട്ട് എടുക്കുന്നില്ല, മഹത്വം മുഴുവൻ ദൈവത്തിന്. അവൻ ദൈവത്തെ ആരാധിച്ചു, മഹത്വം ദൈവത്തിന് കൊടുത്തു, സ്വയമായിട്ട് മഹത്വം എടുക്കുന്നില്ല, ഒരു പ്രശംസയും താൻ എടുക്കുന്നില്ല. അതെന്നെ ബാധിച്ചില്ല. ഈ മഹത്വം എടുക്കുന്ന കാര്യം അദ്ദേഹത്തെ, കാരണം നമ്മൾ വെറും ഉപകരണങ്ങളാണ്, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മഹത്വം എടുക്കുകയല്ല. നമ്മളൊരു ഉപകരണം എടുത്ത് ഒരു കാര്യം നേടിയാൽ ആ ഉപകരണത്തിനെ കുറിച്ചാണ് നമ്മൾ പ്രൈസ് ചെയ്യുന്നത്, അല്ല ആ ചെയ്ത ആളെക്കുറിച്ചാണ്. ഒരു വാളുകൊണ്ട് ആളുകളെ വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ആ വാളിനെ അല്ല നമ്മൾ മഹത്വപ്പെടുത്തുന്നത്, അല്ലേ? അത് വാൾ ഉപയോഗിച്ച ആളെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ വേറെ ഉപകരണങ്ങളാണ്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്, അല്ലേ? മോശയുടെ കൈയോട് കൂടെ വ്യാപരിച്ച ദൈവത്തിൻ്റെ കൈ. അപ്പോൾ മോശയുടെ കൈയല്ല, ദൈവത്തിൻ്റെ കൈയാണ് അവിടെ. അപ്പോൾ ഞാനിപ്പോൾ 7 കാര്യങ്ങൾ ഡാനിയേലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്നുകൂടെ ഓർപ്പിക്കാം. ഹി വാസ് എ മാൻ ഓഫ് പേർപ്പസസ്, മാൻ ഓഫ് പ്രയർ, man of prophecy. He was a faithful man. He had an excellent spirit. He had spiritual stamina and he gave all glory to God. മലയാളത്തിൽ പറഞ്ഞാൽ ഉറച്ച തീരുമാനങ്ങളുള്ള ഒരു മനുഷ്യൻ, പ്രാർത്ഥനാ മനുഷ്യൻ, പ്രവാചകൻ, വിശ്വസ്തനായ ഒരു മനുഷ്യൻ, ഉത്കൃഷ്ട മാനസനായ മനുഷ്യൻ, ആത്മീയ ധൈര്യവും കരുത്തുമുള്ളവൻ, സകല മഹത്വവും ദൈവത്തിന് കൊടുത്തവൻ. അങ്ങനെയാണെങ്കിൽ ഇത് ദാനിയേലിന് മാത്രമുള്ളതല്ല. നമ്മൾ ദിനവൃത്താന്തത്തിൽ വായിക്കുന്നത്, തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നു. 2 ദിനവൃത്താന്തം 16:9 നാം അത് വായിക്കുന്നത്. അവങ്ങൾ ഏകാഗ്രചിത്തന്മാരായിട്ടിരിക്കുകയാണെങ്കിൽ ദാനിയേലിന് കൊടുത്തതൊക്കെ നമുക്കും തരുവാൻ ദൈവം മതിയായവനാണ്. യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും കർത്താവിലേക്ക് നോക്കി, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് ആ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനായിട്ട് നമ്മുടെ തളർന്ന കൈയൊക്കെ കുഴഞ്ഞ മുഴങ്കാലൊക്കെ ഒന്ന് ബലപ്പെടുത്തി ഓട്ടം സ്ഥിരതയോടെ ഓടുവാനായിട്ട് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനായിട്ട് തന്നെ നമുക്ക് തീരുമാനിച്ച് ഡാനിയേലിനെ നമ്മുടെ മോഡലാക്കാം. ഡാനിയേലിൽ കൂടി വെളിപ്പെട്ട ദൈവത്തെക്കുറിച്ച് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം എത്ര അത്യുന്നതനാണ് എന്ന് വെളിപ്പെടുക ചെയ്തത്. 1-ാം അധ്യായത്തിൽ
നമ്മെ കാക്കുന്ന ഒരു ദൈവം, 2-ാം അധ്യായത്തിൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം, 3-ാം അധ്യായത്തിൽ കഷ്ടതയുടെ നടുവിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം, 4-ാം അധ്യായത്തിൽ സർവശക്തനായ ദൈവം, 5-ാം അധ്യായത്തിൽ ന്യായാധിപതിയായ ദൈവം, 6-ാം അധ്യായത്തിൽ സർവാധിപതിയായ ദൈവം. ഇങ്ങനെ ദൈവത്തിൻ്റെ പല വെളിപ്പാടുകളാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡാനിയേൽ എന്നുള്ള പേരിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം ന്യായാധിപതിയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം ഓരോ കാര്യങ്ങളെ ന്യായം വിധിക്കുന്നത് ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ കാണാം. 1-ാം അധ്യായത്തിൽ ജാതികീയ ആചാരങ്ങളെ ദൈവം ന്യായം വിധിച്ചു. 2-ാം അധ്യായത്തിൽ ലോകജ്ഞാനത്തെ ദൈവം ന്യായം വിധിച്ചു. 3-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ അഹങ്കാരത്തെ ന്യായം വിധിച്ചു. 4-ാം അധ്യായത്തിൽ അഭക്തിയെ ന്യായം വിധിച്ചു. 5-ാം അധ്യായത്തിൽ പീഡനത്തെ ന്യായം വിധിച്ചു. 6-ാം അധ്യായത്തിൽ ലോകരാജ്യങ്ങളെ ന്യായം വിധിച്ചു. ഇങ്ങനെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ലോകത്തിലുണ്ട്. ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന നിത്യരാജ്യത്വം അല്ലെങ്കിൽ നിത്യരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനായിട്ട് അവൻ വരുമ്പോൾ ഇങ്ങനെ മനുഷ്യനിർമ്മിതമായ സകലത്തെയും അവരുടെ ആചാരങ്ങളെ, അവരുടെ ജ്ഞാനത്തെ, അഹങ്കാരത്തെ, അഭക്തിയെ, അവരുടെ എല്ലാ പരിപാടികളെയും ന്യായം വിധിച്ച്, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ബാബേലിൻ്റെ എല്ലാ പരിപാടികളെയും ന്യായം വിധിച്ചിട്ടാണ് ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത്. ആ ദൈവം നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഡാനിയേലിനെ പോലെ ഏകാഗ്രചിത്തന്മാരായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കും ഈ കാലഘട്ടത്തിലെ ദാനിയേൽമാരായിട്ട് മാറാൻ സാധിക്കും. ഇതിങ്ങനെ ആർക്കും പ്രത്യേകിച്ച് കുത്തക വെച്ചിരിക്കുന്നതല്ല, എല്ലാവർക്കും കൊടുക്കുവാനായിട്ട് അവൻ ധാരാളം കരുണയുള്ളവനാണ്. നമുക്ക് ഡാനിയേലിൻ്റെ മോഡൽ അനുവർത്തിക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. എല്ലാ മഹത്വവും നമുക്ക് ദൈവത്തിന് കൊടുത്തുകൊണ്ട് കൂടുതൽ ഡാനിയേലിനെ കുറിച്ച് പഠിക്കുവാൻ കർത്താവിൽ ശരണപ്പെടാം. ദൈവത്തിന് സ്തോത്രം.